2022 സൈന്യത്തിനെതിരായ പരാമർശം നടത്തി. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചു കോടതി. 2022 ഡിസംബർ 9 ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്ഷേപകരമായ പ്രസ്താവനകൾ നടത്തി. അതായത് 2022 ഭാരത് ജോഡോ യാത്രക്കിടയിലാണ് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയത്. ഇപ്പോൾ ഈ വിഷയത്തിലാണ്, അതായത് 2022 നടന്ന വിഷയത്തിൽ 2025 അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ലക്നൌവിലെ MP MLA കോടതിയിൽ നിന്നാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ രാഹുൽ ഗാന്ധിക്ക് നേരിയ ഒരു ആശ്വാസം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ വിവിധ കോടതികളിലായി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 3/4 കേസുകളും കോടതി പരിഗണിക്കുമ്പോൾ മുങ്ങി നടക്കാറാണ് രാഹുൽ ഗാന്ധിയുടെ പതിവ് ശൈലി. ഇതോടുകൂടി തന്നെ പല കോടതികളിൽ നിന്നും അദ്ദേഹത്തിന് താക്കീതും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിപക്ഷ കസേരയിൽ ഇരുന്നു കൊണ്ട് അവിടെ ഇരിക്കേണ്ട വ്യക്തിയാകട്ടെ ഇന്ത്യയോട് ഒരു കൂറും പുലർത്താതെ തന്നെ ഇന്ത്യ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നിരന്തരം നടത്തുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം കുറുക്ക് ഇപ്പോഴും മുറുകുകയും ചെയ്യാറുണ്ട്. അതേസമയം അരുണാചൽ പ്രദേശിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ സൈനികരെ മർദ്ദിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി വളരെ അപമാനകരമായ രീതിയിൽ പറഞ്ഞതായും ഇന്ത്യൻ മാധ്യമങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയും മുൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഡയറക്ടറായ ഉദയ് ശങ്കർ അദ്ദേഹം സമർപ്പിച്ച മാനനഷ്ട പരാതിയിലാണ് ഈ കാര്യങ്ങൾ ആരോപിക്കുന്നതും. അതുപോലെ ചൊവ്വാഴ്ച ലക്നൌവിലെ MP MLA സെക്ഷൻസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അഡീഷണൽ ചീഫ് ജസ്റ്റിസ് മജിസ്ട്രേറ്റ് അലോക് വർമ്മയുടെ മുൻപാകെ ഗാന്ധിയുടെ നേരിട്ട് ഹാജരാവുകയും കേസിലെ അവസാന 5ാം വാദം കേൾക്കലുകളിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്നുകൊണ്ട് തന്നെ ഔദ്യോഗികമായി പിന്നീട് കീഴടങ്ങുകയാണ് ഉണ്ടായത്. തുടർന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും പിന്നീട് രാഹുൽ ഗാന്ധി നിരപരാധിയാണ് എന്നും അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഗാന്ധിയുടെ പരാമർശങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ അന്തസ്സിനും ബഹുമാനത്തിനും മുറിവേൽപ്പിക്കുന്നതാണ് എന്നും അവരുടെ മനോവീര്യം തകർക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരന്റെ അഭിഭാഷകൻ തിരിച്ചു വാദിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കരുത് എന്നതായിരുന്നു പിന്നീട് കോടതിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടതും. 20,000 രൂപയുടെ സ്വന്തം ജാമ്യവും അതേ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യവും നൽകണമെന്ന വ്യവസ്ഥയിൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കേസിൽ അടുത്ത വാദം കേൾക്കാൻ ഓഗസ്റ്റ് 13 മാറ്റുകയും ചെയ്തു. 2025 മെയ് മാസത്തിൽ അലഹബാദ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിയുടെ ഹർജി തള്ളിയതിനെ തുടർന്നുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ ഹാജരായതും. മാനനഷ്ട കേസും 2025 ഫെബ്രുവരിയിൽ MP MLA കോടതി പുറപ്പെടുവിച്ച സമൻസ് ഉത്തരവിനെയും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിരുന്നു. ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നതിന് അല്ലെങ്കിൽ സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ബാധകമല്ലേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി നിരീക്ഷണം. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A സംസാര സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു എന്നതിനാൽ അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യം ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്നും കൂടാതെ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നും വ്യക്തമാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ അഭിഭാഷകരായ പ്രാൻഷു അഗർവാൾ, അതുപോലെ തന്നെ മുഹമ്മദ് യാസിൻ അബ്ബാസി, മുഹമ്മദ് സമർ അൻസാരി എന്നിവരായിരുന്നു രാഹുൽ ഗാന്ധിയെ കോടതിയിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.